വിവാഹം കഴിച്ചതിന് ശേഷം ചില സ്ത്രീകൾക്ക് അവിഹിതം ഉണ്ടാകും. അത് ഈ മറ്റു പലരുമായി ബന്ധമുണ്ടാകും. അതിന് പറയുന്ന ന്യൂജൻ പേരാണ് അവിഹിതം. പണ്ട് വച്ചോണ്ടിരിക്കുക സെറ്റപ്പ് അങ്ങനെയൊക്കെ പറയും. ഇപ്പൊ അവിഹിതം എന്ന് കൃത്യമായി തന്നെയാണ് അതിന് പറയുന്നത്. ഈ അതിനുശേഷം രണ്ടുപേരും തമ്മിൽ, സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരികമായും മാനസികമായും ഒന്നിക്കുന്നു. പിന്നീട് ആ ബന്ധം സ്ത്രീക്കും പുരുഷനും ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അത് മതിയാകുന്നു എന്ന് തോന്നുന്നു. പുരുഷൻ അതിൽ നിന്ന് പുറത്തു പോയാൽ ഉടനെ സ്ത്രീ പുരുഷനെതിരെ കേസ് കൊടുക്കും. എന്നെ വിവാഹ വാഗ്ദാനം നൽകി ശാരീരികമായി ഉപയോഗിച്ചു. പിന്നീട് പുരുഷനെതിരെ അത് വലിയ കേസാകുന്നു. പുരുഷൻ സമൂഹത്തിൽ അപമാനിതനാകുന്നു. അത്തരത്തിൽ പല സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധി വന്നിരിക്കുന്നു. ഇനി അത്തരത്തിൽ സ്ത്രീകൾക്ക് ഉടായ്പ കാണിച്ച് കേസ് കൊടുക്കാൻ പറ്റില്ല. എന്താണ് സംഭവം? അതെ, അതൊരു നിർണായകമായ വിധി കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്ന ആരോപണം വിവാഹിതയ്ക്ക് ഉന്നയിക്കാനാകില്ല. അതോടൊപ്പം തന്നെ വിവാഹം കഴിച്ച ആളാണെന്ന് അറിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ അതും നിൽക്കില്ല. ആ കേസ് നിൽക്കില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് 19 ദിവസം ജയിലിൽ കഴിഞ്ഞ പാലക്കാട് സ്വദേശിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. അതായത് മലപ്പുറത്തെ ഒരു ആശുപത്രിയിൽ PRO ആയി ജോലി ചെയ്യുന്ന പാലക്കാട് സ്വദേശിയായ യുവാവിനെതിരെ അവിടെ തന്നെ ജോലി ചെയ്യുന്ന യുവതിയാണ് പരാതി നൽകിയത്. തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും ചിത്രങ്ങളും വീഡിയോയും പുറത്തുവിടുമെന്നും ഭീഷണിപ്പെടുത്തി 2.5 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നുമായിരുന്നു പരാതി. കഴിഞ്ഞ മാസം 13-നാണ് യുവാവ് അറസ്റ്റിലായത്. മജിസ്ട്രേറ്റ് കോടതിയും യുവാവിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. യുവതിയുമായി അടുപ്പത്തിലായിരുന്നപ്പോൾ വിവാഹിതയാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് യുവാവിൻ്റെ വാദം. പിന്നീട് യുവതി മറ്റൊരു സ്ഥലത്തേക്ക് ജോലി മാറിപ്പോയെങ്കിലും അടുപ്പം തുടർന്നു. എന്നാൽ പുതിയ സ്ഥലത്ത് ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് യുവതിക്കെതിരെ പരാതി ഉയർന്നു. ബില്ലിങ്ങിലുണ്ടായിരുന്ന സമയത്ത് 14 ലക്ഷം രൂപയുടെ ക്രമക്കേടുണ്ടായെന്നും യുവതി 9 ലക്ഷം രൂപ തിരിച്ചടച്ചെന്നും ഇനി 5 ലക്ഷം രൂപ കൂടി നൽകാനുണ്ടെന്നുമാണ് അറിയിച്ചത്. ഇക്കാര്യങ്ങൾ അറിഞ്ഞതോടെയാണ് യുവതിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതെന്നും യുവാവ് പറയുന്നു. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന നിർണായകമായ വിധിയാണ് വന്നിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകിയിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് ശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്ന് വിവാഹിതയ്ക്ക് പറയാനാകില്ല. അപ്പം ഈ പറഞ്ഞതുപോലെ ധന്യ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും വിവാഹിതരായിട്ടുള്ളവർ ഇത്തരത്തിലുള്ള ബന്ധം സ്ഥാപിച്ച ശേഷം പിന്നീട് അവർ തമ്മിൽ പിണങ്ങുകയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോവുകയോ ചെയ്യുമ്പോൾ ഈ സ്ത്രീകൾ പൊതുവെ പരാതി കൊടുക്കും. തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതി കൊടുക്കും. അയാളെ അകത്തിടുകയും പിന്നെ ജാമ്യത്തിന് ശേഷമൊക്കെയാണ് അത് പിന്നെ തെളിയിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. കുറേ കാലം വരെ ഇങ്ങനെയുള്ള ബന്ധം തുടർന്ന ശേഷമായിരിക്കും ഇങ്ങനെ പീഡിപ്പിച്ചു എന്നുള്ള പരാതി കൊടുക്കുന്നത്. അപ്പോൾ അത് പുരുഷന്മാർക്കെതിരായിട്ടായിരുന്നു ആ നിയമം ഇതുവരെ നിലനിന്നത്. പക്ഷേ ഇനി അത് മാറ്റം വരും. ഇത്തരത്തിൽ കേസ് കൊടുക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ വിവാഹിതനാണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഒരു സ്ത്രീ അയാളുടെ അടുത്ത് അടുക്കുന്നതും ഇത്തരത്തിലുള്ള ബന്ധം ഉണ്ടാക്കുന്നതും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായി വരുന്നു. അതോടൊപ്പം ഇനി സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വിവാഹം കഴിക്കാത്ത ആരെങ്കിലും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചാൽ മാത്രമേ ആ കേസ് ബലക്കുകയുള്ളൂ. അല്ലാതെ ഉള്ളത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വിവാഹിതനാണെന്ന് അറിഞ്ഞിട്ട് ഒരു അവിവാഹിത പോലും ചെന്ന് അയാളുടെ വിവാഹ വാഗ്ദാനത്തിൽ വീഴാൻ പാടില്ലല്ലോ. അവിവാഹിതമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, ഒരു വിവാഹിതനായ പുരുഷനോട് ഇഷ്ടം തോന്നുന്നു. അപ്പോൾ അയാളുമായിട്ട് ബന്ധമാകുന്നു, ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നു. പക്ഷേ അതിനുശേഷം അയാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതും നിൽക്കില്ല. കാരണം ഈ പെൺകുട്ടിക്ക് അറിയാം ഇയാൾ വിവാഹിതൻ 2 കുട്ടികളുടെ പിതാവുമാണെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനാണ് ഇപ്പോൾ കോടതിയുടെ ഒരു നിർണായകമായ വിധി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു നിലപാട് തന്നെയാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഈ വിവാഹേതര ബന്ധങ്ങൾ തെറ്റാണെന്നല്ല പറയുന്നത്. ചിലപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചില ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടിയേക്കാം. പിന്നീട് ഒരു തിരിച്ചറിവിന്റെ കാലം എത്തുമ്പോൾ രണ്ടുപേരും സ്വമേധയാ ചിലപ്പോൾ മാറാൻ തയ്യാറാകും. അത് മ്യൂച്വലായി അവരവരുടെ വഴി തേടി അവരവർ പോകും. പക്ഷെ ചിലയിടങ്ങളിൽ പുരുഷൻ പിന്മാറിയാൽ സ്ത്രീ പിന്മാറാൻ തയ്യാറാവില്ല. സ്ത്രീ അപ്പോഴും ഇങ്ങനെ എന്താ പറയുക, വീട്ടിൽ കിട്ടാത്ത എന്തോ മറ്റൊരു പുരുഷനിൽ നിന്ന് എനിക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യും. പുരുഷനെ മാനസികമായി തകർക്കുകയും
ഇവർ ഒന്നിച്ച സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒന്നിച്ചത്. അവൾക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്നുള്ളത്. ഒരു ഘട്ടം എത്തുമ്പോൾ ഈ ബന്ധം രണ്ടുപേരുടെയും ജീവിതത്തെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കും എന്ന് മനസ്സിലാകുമ്പോൾ പുരുഷൻ അത് പറഞ്ഞു മനസ്സിലാക്കി പിരിയാൻ ശ്രമിച്ചാലും ചിലപ്പോൾ സ്ത്രീ പിരിയില്ല. അത് പിന്നെ ദേഷ്യത്തിലേക്കും പകയിലേക്കും എത്തും. അത് പിന്നെ പുരുഷനെ ഏതൊക്കെ തരത്തിൽ നാണം കെടുത്താൻ കഴിയുമോ, സമൂഹത്തിൽ ഏതൊക്കെ തരത്തിൽ അവനെ പിന്നെ അപകീർത്തിപ്പെടുത്താൻ കഴിയുമോ ആ തരത്തിലേക്ക് വരെ സ്ത്രീ എത്തും. പലപ്പോഴും നമ്മുടെ നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായതുകൊണ്ട് ഇതൊക്കെ അവർ മുതലെടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ഉടനെ സ്ത്രീ പറയുന്നത് എന്താണ്, നീ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന് കേസ് കൊടുക്കും. ഇതിപ്പോ സ്ഥിരമായതുകൊണ്ട് പോലീസുകാർ തന്നെ ഇപ്പൊ കേസെടുക്കാൻ പലതിലും മടിക്കുകയാണ്. കാരണം ഇതിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. അത് പോവുക, പോയതിനു ശേഷം എവിടെ വെച്ച് സ്റ്റോപ്പ് ഇടണമെന്ന് തോന്നുന്നു അപ്പൊ സ്റ്റോപ്പ് ഇടുക, അവരവരെ വഴിക്ക് പോവുക. ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിലൂടെ പോകാൻ ശ്രമിക്കുക. ഇതാണ് വേണ്ടത്. പലപ്പോഴും ഇതിൽ സംഭവിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരാളോട് ഇഷ്ടം തോന്നുമ്പോൾ ആ അടുപ്പം ഒരു മാനസികം കൂടിയായി മാറുന്നുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹിതനാണെങ്കിൽ അയാൾ ഈ പറഞ്ഞതുപോലെ ഒരു ശാരീരികമായ അടുപ്പം മാത്രമായിരിക്കും അവരോട് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായും കുറേ നാൾ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുടെ പേരിൽ ഇവർ തെറ്റുകയും അപ്പോൾ പുരുഷന് പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറാൻ കഴിയും. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസിക അടുപ്പം കൂടി ഉണ്ടാക്കിയതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് അവർ പലതരത്തിൽ പ്രതികരിക്കുന്നത്. പക്ഷേ അവരുടെ ജീവിതം സേഫാക്കിക്കൊണ്ട് തന്നെയായിരിക്കും അയാളെ ഭീഷണിപ്പെടുത്താനും മറ്റു കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ പിന്നെ ഇപ്പോ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ സ്നേഹിച്ചിരുന്നപ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരമല്ലേ നിങ്ങൾ ശാരീരികമായി റിലേഷനിൽ ഏർപ്പെട്ടതെന്ന് ചോദിച്ചാൽ അല്ല, എന്നെ നിർബന്ധിച്ചു. പിന്നെ എനിക്ക് കുറച്ച് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് അത് പീഡനമായിരുന്നു. ഞങ്ങൾ കൊല്ലത്ത് ഞാൻ റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, 3 വർഷമായിട്ട് എന്നെ ഒരാൾ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 3 വർഷമായിട്ട് പീഡിപ്പിച്ച് ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടായപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു. ഇല്ല സാറേ, ആദ്യമൊക്കെ പുള്ളി ഒരുപാട് സഹായമൊക്കെ ഉണ്ടായിരുന്നു, പൈസയും ഒക്കെ തരുമായിരുന്നു. ഇപ്പോൾ അയാൾക്ക് വേറൊരു സ്ത്രീയായിട്ട് അടുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കേസ് കൊടുക്കാമെന്ന് വിചാരിച്ചു, അതൊന്ന് വാർത്തയാക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. കാരണം 3 വർഷമായിട്ട് നിങ്ങൾ അയാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, നിങ്ങൾ അയാളിൽ നിന്ന് കാശുകൾ വാങ്ങി, അതിനുശേഷം ഇപ്പോൾ അയാൾ പൈസ തരുന്നില്ല, വേറൊരു സ്ത്രീയായിട്ട് ബന്ധം സ്ഥാപിച്ചു. അപ്പോൾ അതെങ്ങനെ പീഡനമാവെന്ന് പറഞ്ഞ് അവരവസാനം തിരിച്ചു പോവുകയായിരുന്നു. നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പീഡിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നവർ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. അതായത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. അപ്പോൾ ആ സ്ത്രീയുടെ നിന്ന് ഒരുപാട് പൈസ അയാൾ വാങ്ങുന്നു, അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നു, ഭർത്താവ് അറിയാതെയൊക്കെ ഒരുപാട് പൈസ വാങ്ങുന്നു. ഇതൊക്കെ കേസ് എടുക്കാവുന്ന വസ്തുതയാണ്. അല്ലെങ്കിൽ ഇവരുടെ ദൃശ്യങ്ങൾ, നഗ്ന ദൃശ്യങ്ങൾ എടുത്ത് വെച്ചിട്ട് അത് പ്രചരിപ്പിക്കും, യൂട്യൂബിൽ ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഇതൊക്കെ കേസിന്റെ പരിധിയിൽ വരും. അല്ലാതെയുള്ള ഈ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള അവരുടെ ലൈംഗിക ബന്ധവും അതിനുശേഷം പിന്നീട് പിണങ്ങിയിട്ടുണ്ടാകുന്ന കേസും ഒന്നും ഇനിയുള്ള കാലത്ത് നിൽക്കില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ പറയുന്നത് ഇതൊന്നും അറിയാതെ വന്നു കയറുന്നൊരു പെൺകുട്ടിയുണ്ട്, ഭാര്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ. ഇപ്പൊ ഭർത്താവിന് വേറെ സ്ത്രീകളുമായി ബന്ധമുണ്ടാകും, പിന്നെ ഇതൊക്കെ ഒന്നും അറിയാതെ വന്നു കയറുന്ന സ്ത്രീകളുണ്ടാവും. അവരുടെ ഒരു ജീവിതത്തെ കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം. വരുന്ന പെണ്ണിന്റെയും വരുന്ന സ്ത്രീയുടെയും ഭർത്താവ് ഉണ്ട്, കുട്ടികളുണ്ട്, അവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കാം. അങ്ങനെയല്ല വിനിച്ചേട്ടൻ ഞാൻ പറയുന്നത്. ഈ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിവാഹം കഴിഞ്ഞ് 10ാം നാൾ വിവാഹം കഴിഞ്ഞ 2 മക്കളുള്ള ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധം. ഇയാളുടെ വിവാഹം കഴിഞ്ഞ് 10ാമത്തെ ദിവസം വിവാഹം കഴിഞ്ഞ് 2 മക്കളുള്ള സ്ത്രീയുമായി ഇയാൾ ലൈംഗിക ബന്ധത്തിലേക്ക് ഒരു ഹോട്ടൽ റൂം എടുത്ത് പോകുന്നു. പിന്നീട് ഈ പെൺകുട്ടി അറിയുന്നു. പിന്നീട് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് ഈ പെൺകുട്ടി സെപ്പറേറ്റ് ആകുന്നു. പക്ഷെ ആ പെൺകുട്ടിയുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതവിടെ അവര് പോയി ചെയ്യേണ്ടതൊക്കെ ചെയ്തു, അവരുടെ ഇതായി. പക്ഷെ ഈ ഒന്നും അറിയാതെ വന്നു കയറിയ ഒരു പെൺകുട്ടിയുണ്ടല്ലോ, അവളുടെ അങ്ങനെ കുറെ ജീവിതങ്ങൾ നമുക്കിടയിലുണ്ട്. അപ്പൊ അല്ലാത്ത ജീവിതങ്ങൾക്കൊക്കെ ഇപ്പൊ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ നീ എന്നെ വിട്ടു പോയാൽ നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്ന് പറയുന്ന കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ. ആ പെണ്ണുങ്ങൾക്കൊക്കെ തിരിച്ചടിയാണിത്. അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് വന്ന് ജീവിതത്തിൽ കയറിയിട്ട് പിന്നെ ഒരു ഘട്ടം എത്തുമ്പോൾ അവൻ എന്നെ ഇട്ടിട്ട് പോകുന്നുള്ള ഒരു പേടി കൊണ്ട് കേസ് ഇതൊന്നും നിലനിൽക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രമേ അതിൽ പ്രസക്തിയുള്ളൂ. അല്ലാതുള്ളത് നിൽക്കില്ല എന്നുള്ളതാണ് ഈ കോടതി വിധിയിലൂടെ വ്യക്തമാകുന്നത്.